ഹായ് ഹോൾസ്, വെൽക്കം ടു ട്രൈ റൂട്ട്. നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് വൺ ഡേ ചാർട്ടിലാണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത്. വൺ ഡേ ചാർട്ടിൽ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഒന്ന് മാർക്ക് ചെയ്യാം. കഴിഞ്ഞ ദിവസം മാർക്ക് ചെയ്തിരുന്ന സപ്പോർട്ട് ആണ് ഇപ്പോൾ മാർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ റെസിസ്റ്റൻസ് കഴിഞ്ഞ ദിവസങ്ങളിൽ വീണ ഹൈ ആണ് മാർക്ക് ചെയ്യുന്നത്. മാർക്കറ്റിൽ നിന്ന് കാലത്തൊന്ന് ഓപ്പൺ ചെയ്ത് മുകളിലോട്ട് പോകാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. ശ്രമം നടത്തുന്ന ഏരിയ അല്ലെങ്കിൽ അപ്രോച്ച് ചെയ്യുന്ന ഏരിയയിൽ ഒരു റെസിസ്റ്റൻസ് കൂടിയുണ്ട്. ശ്രദ്ധിച്ചാൽ അറിയാം, ഇവിടെ റെസിസ്റ്റൻസ് കൂടിയുണ്ട്. മാത്രമല്ല അവിടെ ഒരു ഇംബാലൻസ് ക്യാൻഡിലും കൂടിയുണ്ട് വൺ ഡേയിൽ. അപ്പോൾ ഇന്നത്തെ പ്രതീക്ഷ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് ഒന്ന് കുറച്ച് മുകളിലോട്ട് പോയിട്ട് ഇപ്പോൾ നിൽക്കുന്നതിനേക്കാളും കുറച്ച് മുകളിലോട്ട് പോയിട്ട് അവിടുന്ന് റിജക്ഷൻ തരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ മുകളിലോട്ട് പോകുന്ന ഏരിയ അല്ലെങ്കിൽ എവിടം വരെ എത്താം എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫോർവേഡ് ചാർട്ടിലേക്ക് നമുക്ക് ചേഞ്ച് ചെയ്യാം. അതിനു മുന്നേ ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തൊക്കെയാണെന്ന് നോക്കിയതിനു ശേഷം തിരിച്ചു വരാം. കാര്യമായിട്ടുള്ള പ്രധാനപ്പെട്ട ന്യൂസുകളൊന്നും ഇല്ല. ഓസ്ട്രേലിയൻ ഡോളറിനുള്ള ന്യൂസ് കഴിഞ്ഞ് ഇനി ജർമ്മൻ പ്രിലിം CPI ഉണ്ട്. അത് ഓൾ ഡേ ആണ് കാണിക്കുന്നത്. അത് കാര്യമായിട്ട് ഗോൾഡിനെ ബാധിക്കണമെന്നില്ല. ആക്ച്വൽ ഗ്രേറ്റർ ദാൻ ഫോർകാസ്റ്റ് ഈസ് ഗുഡ് ഫോർ കറൻസി, യൂറോയിലാണ് അത് വരുന്നത്. കാര്യമായിട്ട് ബാധിക്കണമെന്നില്ല. അതുകൊണ്ട് ഗോൾഡിന്റെ മൂവ്മെന്റിന് ഒരുപക്ഷെ ബാധിക്കണമെന്നില്ല. ഇനി നമുക്ക് ചാർട്ടിലേക്ക് പോയിട്ട് ബാക്കിയുള്ള അനാലിസിസ് ഒക്കെ നടക്കാം. വൺ ഡേ ചാർട്ടിൽ നിന്ന് ഫോർവേഡിലേക്ക് നമുക്ക് ഷിഫ്റ്റ് ചെയ്യണം. നമ്മൾ ഫോർവേഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം എന്താണ് അവസ്ഥ എന്ന് നോക്കാം. ഫോർവേഡിലേക്ക് നോക്കുന്ന സമയത്ത് ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. അവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. നേരത്തെ വരച്ച അത് ഏരിയയിൽ അതുപോലെ തന്നെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട് ഇവിടെ. ഒരു റെസിസ്റ്റൻസ് ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ മാർക്കറ്റ് അവിടെയാണ് വന്നിട്ട് ചെറുതായിട്ട് ഒന്ന് താഴത്തേക്ക് റിയാക്ഷൻ തന്നിരിക്കുന്നത്. നമുക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഒന്നും കൂടി ചെറിയ ടൈം ഫ്രെയിമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. ചെറിയ ടൈം ഫ്രെയിമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും, കഴിഞ്ഞ തവണ ഇവിടെ നിന്നൊരു സപ്ലൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അവിടേക്കാണ് മാർക്കറ്റ് അപ്രോച്ച് ചെയ്ത് വന്നുകൊണ്ടേയിരിക്കുന്നത്. മാർക്കറ്റ് അപ്രോച്ച് ചെയ്ത് ഒരു തവണ അവിടുന്ന് നല്ല രീതിയിൽ റിജക്ഷൻ കിട്ടിയിട്ടുണ്ട്. പക്ഷെ വീണ്ടും മുകളിലോട്ട് തന്നെയാണ് പോകുന്നത്. നോക്കിയാണ് ഷിഫ്റ്റ് ആവുന്നുണ്ട്, ഷിഫ്റ്റ് ആയി പോകുന്നുണ്ട്, ഷിഫ്റ്റ് ആയി പോകുന്നുണ്ട്. പക്ഷെ വേറെ പ്രശ്നം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ കുറച്ച് നേരം നിന്നിട്ട് മാർക്കറ്റിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ മാർക്കറ്റ് ഒന്ന് താഴോട്ടേക്ക് വരാൻ സാധ്യതയുണ്ട്. അതിന് താഴോട്ടേക്ക് വരികയാണെങ്കിൽ ഈ ഒരു ഏരിയ വരെ വന്ന് സപ്പോർട്ട് എടുത്തായിരിക്കും മിക്കവാറും മുകളിലോട്ട് പോവുക. അപ്പൊ ഇന്നത്തെ എൻട്രി ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഇവിടെ നിന്ന് കുറെ നേരം നിന്നിട്ട് മാർക്കറ്റിന് മുകളിലോട്ട് പോകാൻ പറ്റില്ലെങ്കിൽ താഴോട്ടേക്ക് വരുന്ന ഒരു ഏരിയ ആയിട്ട് ഇവിടെ നിന്നാണ് എൻട്രി എക്സ്പെക്ട് ചെയ്യുന്നത്. ഇവിടെ നിന്ന് എൻട്രി എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു ഇതിന്റെ ഹൈ വരെ 237 വരെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. മാർക്കറ്റ് പക്ഷെ ഇവിടുന്ന് താഴോട്ടേക്ക് വരാറുണ്ട്. ഇവിടെ നിന്നിപ്പോൾ നിൽക്കുന്നതിന് താഴോട്ടേക്ക് വരാം. അല്ല, ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് വരികയാണെങ്കിൽ, ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് വരികയാണെങ്കിൽ, ബ്രേക്ക് ചെയ്ത് വന്നിട്ട് ഒരു ടെസ്റ്റ് കിട്ടി ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു സെൽ എൻട്രി നോക്കാം. തൽക്കാലം ഒരു സെൽ എൻട്രിക്കുള്ള പോസിബിലിറ്റീസ് ഒന്നും കാണുന്നില്ല. അപ്സൈഡ് പോകാൻ തന്നെയാണ് മാർക്കറ്റിന്റെ ഒരു തയ്യാറെടുപ്പ്. അപ്സൈഡ് ഇവിടം വരെയാണ് ഫസ്റ്റ് ടാർഗറ്റ് വെക്കുന്നത്. 2377 വരെ ഫസ്റ്റ് ടാർഗറ്റ് വെക്കുന്നത്. പിന്നെ അവിടെ നിന്ന് കയറിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഇംബാലൻസ് ഉണ്ട്. ആ ഒരു ഇംബാലൻസിൽ ആയിരിക്കും സെക്കൻഡ് ടാർഗറ്റ് വരിക. സെക്കൻഡ് ടാർഗറ്റ് വരുന്നത് 2395-നും 2405-നും ഇടയിലായിരിക്കും സെക്കൻഡ് ടാർഗറ്റ് വരിക.
ഇത് കുറച്ചും കൂടി നമുക്ക് റിഫൈൻ ചെയ്യാൻ വേണ്ടി ഒരു 15 മിനിറ്റ്സിന്റെ ചാർട്ടിലേക്ക് പോവാം. 15 മിനിറ്റ്സിന്റെ ചാർട്ടിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് കാണാം ഈ മാർക്കറ്റ് നിൽക്കുന്ന ഏരിയ നല്ല രീതിയിൽ ഒരു കൺസോൾട്ടേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏത് നിമിഷവും ഒരു നല്ല ബിഗ് മൂവ്മെന്റ് പ്രതീക്ഷിക്കാം. നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് മാർക്കറ്റ് ഒന്ന് താഴോട്ടേക്ക് വന്ന് ഈ ഒരു ഏരിയയിൽ നിന്ന് സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോകാനാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോ ഇന്നിപ്പോ തൽക്കാലം ഒരു സെൽ എൻട്രി എക്സ്പെക്ട് ചെയ്യുന്നില്ല. സെൽ എൻട്രി ഇപ്പോൾ വേണമെങ്കിൽ വല്ല സ്കാൽപ്പിങ്ങിനോ മറ്റോ വേണമെങ്കിൽ ഇതിന് താഴെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വരച്ചിരിക്കുന്ന ലൈന് താഴെ വന്നു കഴിഞ്ഞ് ഒരു ചെറിയൊരു ടെസ്റ്റ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സ്കാൽപ്പിംഗ് നമുക്ക് ഇവിടെ വരെ ചെയ്യാം. പക്ഷെ അത് മാർക്കറ്റ് കണ്ടീഷനോ മറ്റു കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം മാത്രമാണ് അതിനെക്കുറിച്ച് ചിന്തിക്കുള്ളൂ. ഇന്ന് ഒരു ബൈ എൻട്രി തന്നെയാണ്. മാർക്കറ്റ് കുറച്ചും കൂടി താഴോട്ടേക്ക് വന്നിട്ട് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് നോക്കിയതിന് ശേഷം മാത്രമാണ് എൻട്രി എടുക്കുള്ളൂ. കൃത്യമായ കൺഫർമേഷനും കാര്യങ്ങളും വേണം എൻട്രിക്ക്. നമുക്ക് ഇതിനെക്കുറിച്ച് പഠിക്കാനും ഫോറക്സ് ട്രേഡിങ്ങിനെ കുറിച്ച് കൂടുതൽ അറിയാനും ഫ്രീ ആയി നമ്മോടൊപ്പം ജോയിൻ ചെയ്ത് പഠിക്കാനും നമുക്ക് ഈ വീഡിയോയുടെ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഉണ്ട്. അതിൽ ജോയിൻ ചെയ്യാം.